ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കിനെ കുറിച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെയാണ് കുഴിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതും, എങ്ങനെയാണ് ചെറിയ രീതിയിൽ സ്ലോപ്പ് കൊടുക്കേണ്ടതും, എവിടെയാണ് ഇന്ന് വന്നത് ഔട്ട് വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നീളം വരുന്ന ഒരു വലിയ സെറ്റാണ് വന്നത്. ഏകദേശം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ 10,000 രൂപയാണ് റേറ്റ് വരുന്നത്. പല സ്ഥലത്തും പല റേറ്റിലാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഇൻലെറ്റ് വരുന്നത്. അതായത് ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നേ, അതായത് കുഴി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റാത്തത്. ഇൻലെറ്റ് 4 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. വരുന്നത് 4 ഇഞ്ച് പൈപ്പ് നമ്മൾ എല്ലാ ബാത്റൂമുകളിൽ നിന്നും കണക്ട് ചെയ്ത് മാൻഹോൾ വഴിയാണെങ്കിൽ മാൻഹോൾ വഴി അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് പൈപ്പ് ഈ പറയുന്ന ഇൻലെറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് 2 ഇഞ്ച് താഴ്ന്നാണ് ആ ഇൻലെറ്റ് വരുന്നത്. ആ പറയുന്ന 4 ഇഞ്ച് പൈപ്പ് അതിലകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ 3 ചേമ്പറുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. 3 ചേമ്പർ വരുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറക്കി ചെക്ക് ചെയ്യുന്നതിനും അതായത് ബ്ലോക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ നിറഞ്ഞതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 ചേമ്പറുകളിൽ നമുക്കിത് കട്ട് ചെയ്ത് ഒരു ചെറിയൊരു പീസ് പോലെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അവസാനം ഞാൻ പറയാം. ഇതാണ് ഔട്ട്ലെറ്റ് വരുന്നത്. അതായത് സാധാ ഇൻലെറ്റിൽ നിന്ന് 2 ഇഞ്ച് താഴ്ന്നു പറഞ്ഞു, അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ന്നാണ് ഔട്ട്ലെറ്റ് വരുന്നത്. അതായത് ഓവർഫ്ലോ വരുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് 3 ചേമ്പറുകളുണ്ട്. ആ ചേമ്പറുകളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതനുസരിച്ച് വേസ്റ്റ് വീഴുന്നതിനനുസരിച്ചിട്ട് ഇൻലെറ്റിൽ വന്ന് വീഴുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അത്രയും തന്നെ വെള്ളം ഈ പറയുന്ന കുഴികളിലേക്ക്, ഓവർഫ്ലോ കുഴിയിലേക്ക് വെള്ളം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് ഇടുന്ന സമയത്ത് ഫുൾ വെള്ളം നിറച്ച് അതിൻ്റെ ഫംഗ്ഷൻ സെറ്റായിട്ട് വേണം ഇടാനായിട്ട്. വെള്ളം നിറയ്ക്കാതെ ഒരിക്കലും ഇടരുത്. ഫുൾ വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് ഇടണം. അപ്പോൾ ഓവർഫ്ലോ വന്ന് ക്ലിയർ ചെയ്ത് വീഴുന്ന സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ആ ലെവലിൽ വേണം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ബാത്റൂം ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെ കുഴി കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അറിയാൻ പറ്റും. ഏകദേശം നമ്മൾ ഒരു 4 മീറ്ററോളം 4 അടി എന്ന് പറയുമ്പോൾ ഒരു അടി എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ 120 സെൻറ്റിമീറ്റർ ആഴം വരുന്നതും 120 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെയാണ് ഇത് നീളത്തിൽ വരുന്നത്. ഏകദേശം ഒരു 2 മീറ്റർ നീളത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ചേമ്പറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ചേമ്പറുകൾ നമുക്ക് ഇടയ്ക്ക് പൊക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് മണ്ണിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം കാര്യങ്ങളെല്ലാം നിറച്ചതിന് ശേഷം ഈ പറയുന്ന ചേമ്പറിൻ്റെ മുകളിലായിട്ട് മണ്ണ്, അതായത് മണ്ണിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫുൾ മൂടി ക്ലിയർ ചെയ്തിടുന്ന സമയത്ത് അതിലൂടെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ഏരിയകളിലും പരിക്കം വെച്ച് ടൈറ്റ് ചെയ്യണം. അതായത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ചെറിയൊരു കട്ടിങ് പോർഷൻ 2 എൻഡിലും ചെറിയൊരു ചേമ്പർ പോലെ ഞാൻ പറഞ്ഞു. അതിൻ്റെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് സ്ക്വയറിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് പതുക്കെ ചാന്ത് വെച്ചോ അല്ലെങ്കിൽ പരിക്കരി ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ അതിലൂടെ വെള്ളം ഇറങ്ങി ചെളിയൊക്കെ കാര്യങ്ങൾ ബാത്റൂമിൻ്റെ അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ചെളി കാര്യങ്ങളൊക്കെ സെപ്റ്റി ടാങ്കിൽ ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്ക് 4 ഇഞ്ച് പൈപ്പ് ഒട്ടിച്ചതിന് ശേഷം ഔട്ട്ലെറ്റ് ഇതുപോലെ ക്ലിയർ ചെയ്തതിന് ശേഷം ഫുൾ മണ്ണിട്ട് മൂടി ക്ലിയർ ചെയ്യാം. അതെല്ലാം യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഹൈ സ്ട്രോങ് ആണ്. അപ്പോൾ മാത്രമല്ല, നമുക്കിത് എങ്ങനെയാണെന്ന് ചെറിയൊരു സ്ലോപ്പിൽ വേണം ഇടാനായിട്ട്. അതായത് ജസ്റ്റ് ഇതിൽ നിന്നും ചെറിയൊരു സ്ലോപ്പിൽ ഇന്നിൽ നിന്ന് ഔട്ടിലേക്ക് ഇന്ന് ചെറുതായിട്ട് പൊങ്ങി നിൽക്കണം, ഔട്ട് ചെറുതായിട്ട് താഴ്ന്ന് നിൽക്കണം. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇൻലെറ്റ് ചെറുതായിട്ട് പൊങ്ങി നിൽക്കണം, ഔട്ട്ലെറ്റ് വരുന്നത് ചെറുതായിട്ട് താഴ്ന്ന് നിൽക്കണം. അപ്പോൾ മൊത്തത്തിൽ ചെറിയൊരു സ്ലോപ്പിൽ വേണം ഇടാനായിട്ട്. ചെറിയൊരു സ്ലോപ്പ് നമ്മൾ പൈപ്പിനെ കൊടുക്കുന്ന ചെറിയൊരു സ്ലോപ്പിലാണ് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ടും അതിൻ്റെ കുഴീനെ കുറിച്ചിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. മാത്രമല്ല, നമ്മൾ ഈ സെപ്റ്റി ടാങ്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ്, പൈപ്പിൻ്റെ ഒരു മെഷർമെൻറ്റിൽ നിന്നും അത്യാവശ്യം ലെവൽ പിടിച്ചിട്ട് വേണം നമുക്ക് ഈ സെപ്റ്റി ടാങ്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് താഴ്ന്നു പോകാനും പാടില്ല, ഒരുപാട് പൊങ്ങി പോരാനും പാടില്ല. ഒരുപാട് താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ്, അതായത് ആ വേസ്റ്റ് അവിടെ കിടക്കും, പൈപ്പിൽ കിടക്കും, വെള്ളം മാത്രം പോരുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ വരുന്ന പൈപ്പിൽ നിന്ന് 2-3 ഇഞ്ച് മാക്സിമം താഴ്ത്തി വേണം നമുക്ക് സെപ്റ്റിക്ക് ഈ പറയുന്ന റെഡിമെയ്ഡ് ഇടാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പൈപ്പിൻ്റെ പൈപ്പിൽ വരുന്ന എൻഡ്, അതായത് ഡ്രൈനേജ് വരുന്ന എൻഡ് നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് അതിൽ നിന്നും സ്പിറ്റ് ലെവൽ പിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ.